ശ്രീ അരുൺകുമാർ, ഈ നിയമത്തെക്കുറിച്ച് ആരെങ്കിലും കേട്ടാൽ എന്താണ് ഈ നിയമത്തിന് കുഴപ്പം എന്ന് ചോദിക്കും. അറസ്റ്റിലായാൽ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അറസ്റ്റിലായാൽ അവർ 30 ദിവസം കഴിഞ്ഞിട്ടും കസ്റ്റഡിയിൽ നിന്ന് മോചിതരാവുന്നില്ല എങ്കിൽ 31ാമത്തെ ദിവസം അവരുടെ സ്ഥാനമില്ലാതാകും. അവരെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കഴിയും. പ്രധാനമന്ത്രിയാണെങ്കിൽ രാഷ്ട്രപതിക്ക് പുറത്താക്കാം, മുഖ്യമന്ത്രിയാണെങ്കിൽ ഗവർണർക്ക് പുറത്താക്കാം, മന്ത്രിമാരെ മുഖ്യമന്ത്രി പുറത്താക്കണം. ഇതാണ് വിഭാവനം ചെയ്യുന്ന നിയമം. അപ്പോൾ കുറ്റവാളികളായ ആളുകൾ അറസ്റ്റിലായാൽ അവർ സ്ഥാനത്ത് നിന്ന് മാറേണ്ടേ എന്നായിരിക്കും സ്വാഭാവികമായും എല്ലാവരും ചിന്തിക്കുക. എന്തുകൊണ്ട് പ്രതിപക്ഷം ഈ നിയമത്തെ എതിർക്കുന്നു? അഭിലാഷ്, തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരെ മാത്രം യോജിപ്പിച്ച് വോട്ടർ പട്ടിക ഉണ്ടാക്കുക എന്നതാണ് BJP അടുത്ത കാലത്ത് പയറ്റിക്കൊണ്ടിരിക്കുന്ന തന്ത്രം. ചില ഭാഗത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ഒഴിവാക്കും, മറുഭാഗത്താണെങ്കിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് അതിനുശേഷം പല ഒബ്ജക്ഷൻ കിട്ടിയതിന് ശേഷം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ 1,00,000-ഓളം വോട്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ അങ്ങ് കൂട്ടിച്ചേർക്കും, അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലത്തിൽ കൂട്ടിച്ചേർക്കും. അതിനെതിരെ രാജ്യത്ത് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് പാർലമെന്റിനകത്തും പുറത്തും നടക്കുന്നത്. ബീഹാറിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ തേജസ്വിനി യാദവിന്റെയും ഇടതുപക്ഷ പാർട്ടികളുടെയും എല്ലാം സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രക്ഷോഭം ലോകശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് വലിയ പ്രക്ഷോഭമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ള ഈ പ്രക്ഷോഭത്തെ എങ്ങനെയെങ്കിലും തടയുക, മുഖ്യ ശ്രദ്ധ അതിൽ നിന്നും മാറ്റുക എന്ന ലക്ഷ്യത്തോടെ തട്ടിക്കൂട്ടിയെടുത്തിരിക്കുന്ന ഒരു ബില്ല് എന്ന രൂപത്തിലാണ് ഇതിനെ കാണുക. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ദീർഘവീക്ഷണത്തോടെ തന്നെ നേരത്തെ പ്ലാൻ ചെയ്തതായിരിക്കാം. ഒരു പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ അത് ബന്ധപ്പെട്ട കക്ഷികളായിട്ട് ആലോചിക്കും, ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കും, ആ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യും, അത് MP-മാർക്കടക്കം നേരത്തെ കൊടുക്കും, ചർച്ച ചെയ്യാനുള്ള അവസരം കൊടുക്കും, അതിനുശേഷം പാർലമെന്റിൽ അവതരിപ്പിക്കും, അതിനുശേഷം ഡ്രാഫ്റ്റ് കമ്മിറ്റിക്ക് വിടും, അല്ലെങ്കിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടും, MP-മാരുടെ സമിതിക്ക് വിടും. അങ്ങനെ പല ഘട്ടങ്ങളുണ്ട്. ഇന്നലെ വൈകുന്നേരം വരെ ഇത്തരത്തിൽ ഒരു ഡ്രാഫ്റ്റിനെ കുറിച്ചോ ബില്ലിനെ കുറിച്ചോ ഒരു വാർത്തയും പുറത്തുണ്ടായിരുന്നില്ല. വൈകുന്നേരത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ബില്ല് വരാൻ പോകുന്നു എന്നത്. അപ്പോൾ 130ാം ഭരണഘടനാ ഭേദഗതിയായിട്ട് കൊണ്ടുവരുമ്പോൾ എല്ലാം കേൾക്കുമ്പോഴും നല്ലതായിട്ട് തോന്നും. ഇപ്പോൾ കാർഷിക പരിഷ്കരണ നിയമം കൊണ്ടുവരുമ്പോഴും ലേബർ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ആ വാചകത്തിലും വാക്കുകളിലുമെല്ലാം നമുക്ക് നോക്കും, ഇത് കൊള്ളാലോ, മനോഹരമാണെന്ന് തോന്നും. പക്ഷേ ഇതിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനും BJP ഇതര സംസ്ഥാനങ്ങളിലെ ഭരണകൂടങ്ങളെ തകർക്കാനും പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാം കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച് അവരുടെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ ബില്ല് എന്ന് നമുക്ക് കാണാൻ കഴിയും. കേസെടുക്കുന്നതാരാ? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആരുടെ കയ്യിലാ? അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ്. അത്തരത്തിൽ കള്ളത്തെളിവുണ്ടാക്കുന്നതും സെലക്ടീവ് പ്രോസിക്യൂഷൻ നടത്തുന്നതും ഇതേ ഏജൻസികളാണ്. ഇതേ ഏജൻസികൾ തന്നെയാണ് കോടതിയിൽ ജാമ്യാപേക്ഷ വരുമ്പോൾ എതിർപ്പ് വാദവുമായിട്ട് വരുന്നത്. 30 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 റിമാൻഡ് പീരീഡ് കാലം മാത്രമാണ്. ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കഴിഞ്ഞാൽ 2 റിമാൻഡ് പീരീഡിന്റെ ഉള്ളിൽ ഒരിക്കലും ജാമ്യം കിട്ടില്ല, അത് നീണ്ടുപോകും. അങ്ങനെ വരുമ്പോൾ അവരുടെ സ്ഥാനഭ്രംശം കിട്ടുന്ന ഒരു സാഹചര്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ പ്രധാനമന്ത്രിക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത ചരിത്രം നമുക്കില്ല. പ്രസിഡന്റിനും ഗവർണർക്കും എതിരായിട്ട് മാത്രമാണ് ഇമ്മ്യൂണിറ്റി ഉള്ളത്. ബാക്കി മുഖ്യമന്ത്രിക്കോ കേന്ദ്രമന്ത്രിമാർക്കോ സംസ്ഥാന മന്ത്രിമാർക്കോ അത്തരത്തിൽ ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. അപ്പൊ തങ്ങൾ വിചാരിക്കുകയാണ് ഇന്ന ആളുകൾക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചാൽ ഒരു കേസ് തട്ടിക്കൂട്ടിയെടുക്കാൻ, അതിന്റെ ഭാഗമായിട്ട് കള്ളത്തെളിവുണ്ടാക്കാൻ, ആ കള്ളത്തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ, ജാമ്യാപേക്ഷ എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ റിമാൻഡ് പീരീഡ് അകത്ത് തന്നെ പിന്നെ അവരെ ആ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ, അയോഗ്യത കൽപ്പിക്കുന്ന തരത്തിൽ BJP കൊണ്ടുവന്നിരിക്കുന്ന ഈ ബില്ല് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. അത് പ്രതിപക്ഷത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം EDയുടെ കൺവിക്ഷൻ റേറ്റ്, കേസ് എത്രയാ വന്നേ? 0.46 കൺവിക്ഷൻ റേറ്റ്. കള്ളപ്പണമാണെന്നും പറഞ്ഞ് ED കണ്ടെത്തിയ പണം 1% പോലും കള്ളപ്പണമാണെന്ന് കണ്ടെത്തിയിട്ടില്ല. അപ്പോ ഇത്തരത്തിൽ സെലക്ടീവ് പ്രോസിക്യൂഷൻ നടത്താൻ ഇതൊക്കെ മതി. പ്രഥമ ദൃഷ്ട്യാ ഒരു കേസ് ഉണ്ടെന്ന് തോന്നിയാൽ മതി. അത് എക്സിക്യൂഷനിലേക്ക് വരുമ്പോഴാണ് ഈ കേസുകളെല്ലാം വെറുതെ വിടുന്നത്. 0.46%. പക്ഷെ ഇതിന്റെ ഇടയിൽ എത്രയോ പേർക്ക് അവരുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സ്ഥാനം നഷ്ടപ്പെടും, ഭരണഘടനാ സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യം. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം പാർലമെന്റിൽ ഉയർന്നു വന്നിരിക്കുന്നു. നാളെ മുതൽ അത് തെരുവുകളിലേക്ക് വരും. ഇത് ഏകപക്ഷീയമായി ഈ രാജ്യത്തിന്റെ ജനാധിപത്യ ഭരണക്രമത്തെ അട്ടിമറിക്കാനും പ്രതിപക്ഷത്തിന്റെ നാവ് അരിയാനും വേണ്ടിയിട്ടുള്ള നിയമവിരുദ്ധമായിട്ട് ഇടപെടലാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയത്.